ജോലി മോഷണവും പിടിച്ചുപറിയും, താമസം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ, യാത്ര ആഡംബര കാറുകളിൽ. കണ്ണൂർ ആലക്കോട്ടെ മുഹമ്മദും പുൽപ്പള്ളി സ്വദേശി കമ്പളക്കാട് ജോസും വർഷങ്ങളായി നാട്ടുകാരെ കൊള്ളയടിച്ചാണ് ജീവിക്കുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെയും സഹായിയെയും വയനാട് പോലീസ് വിദഗ്ധമായി വലയിലാക്കി. 150-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ്. ജോസ് 50ഓളം കേസുകളിലും പ്രതി. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് കവർച്ചാ സംഘത്തെ പിടികൂടിയത്. മുഹമ്മദിനെ ആലക്കോട് പൂവഞ്ചാലിൽ വെച്ചും ജോസിനെ മാനന്തവാടി ബോയ്സ് ടൗണിൽ നിന്നുമാണ് പിന്തുടർന്ന് പിടികൂടിയത്. അടുത്തിടെ വയനാട് ജില്ലയിലെ മുട്ടിൽ, മടക്കിമല, പുൽപ്പള്ളി, മേപ്പാടി, മീനങ്ങാടി എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ ചേരമ്പാടി, പാടന്തറ എന്നിവിടങ്ങളിലും 19ഓളം മോഷണങ്ങൾ നടത്തിയതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഏപ്രിൽ 23, 24 തീയതികളിൽ കൽപ്പറ്റ ഗ്രാമത്തുവയലിലെ ഒരു വീട്ടിൽ നിന്ന് 9 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് ഇവരെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുകാർ ഇല്ലാത്ത സമയം വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും സമാന കുറ്റവാളികളെ നിരീക്ഷിച്ചുമായിരുന്നു പ്രാഥമിക അന്വേഷണം. ഒടുവിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലാകുന്നത്. ഗ്രാമത്തുവയലിലെ വീട്ടിലെ മോഷണശേഷം മറ്റു 2 വീടുകളിൽ നിന്നും ആഭരണങ്ങളും പണവും മുഹമ്മദ് കവർന്നിട്ടുണ്ട്. ആളില്ലാത്ത വീടുകളെക്കുറിച്ച് മുഹമ്മദിന് വിവരങ്ങൾ നൽകിയിരുന്നത് ജോസാണ്. ഇന്നോവ കാറിൽ യാത്ര ചെയ്യവെയാണ് മുഹമ്മദിനെ പിടികൂടിയത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിൽ നിന്ന് പണവും ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെടുത്തു. വയനാട് ജില്ലയിലും സമീപപ്രദേശവും തമിഴ്നാടിൻ്റെ സമീപപ്രദേശങ്ങളുമായിട്ട് ഏകദേശം 18ഓളം കളവുകൾ നടത്തിയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതിക്ക് മുന്നേ ഏകദേശം 150-ൽ കൂടുതൽ കളവ് കേസിലുള്ള ആളാണ് ഇദ്ദേഹം. 2098 മുതൽ കളവ് നടത്തി വരുന്ന ആളാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി അതായത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വയനാട്ടിലെ ഏതൊക്കെ കേസുകളിലാണ്? വയനാട്ടിലെ കൽപ്പറ്റ, പുൽപ്പള്ളി, പനമരം എന്നീ സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് കേസുകളുണ്ട്. റീസെൻ്റായ കേസുകളുണ്ട്. ഇനി കൂടുതൽ ഇദ്ദേഹത്തിന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ എന്താ കളവുകളെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്ന അന്വേഷണത്തിലേക്ക്? അത് പിന്നെ SP സാറ് ഒരു സ്ക്വാഡ് രൂപീകരിച്ച് വയനാട് ജില്ലയിലുള്ള നല്ല മികച്ചൊരു സ്ക്വാഡ് ഉണ്ട്. അവർ വന്നിട്ട് അവരുടെ CCTVയോ ഈ കള്ളനെ നമ്മുടെ സ്ഥലത്തുള്ള കള്ളന്മാരെ പറ്റിയൊക്കെ അന്വേഷിച്ചാൽ ഇദ്ദേഹം വയനാട് ജില്ലയിൽ ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ട് വിവരം കിട്ടിയാണ്. എൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം CCTVയിൽ ഇദ്ദേഹം പോകുന്ന ഒരു ചെറിയ വിഷയം കിട്ടി. എൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിയിട്ടാണ് കിട്ടിയത്. അത് ആ സ്ക്വാഡിൻ്റെയും ഒരു അമ്പലേരി കേസിലാണ്. അമ്പലേരി കേസിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വയനാട്, നീലഗിരി ജില്ലകളിലെ ജനങ്ങളെ ആശങ്കയിലും ഭീതിയിലും ആഴ്ത്തിയ കുപ്രസിദ്ധ മോഷ്ടാവാണ് മുഹമ്മദ് എന്ന് പോലീസ് പറയുന്നു. കണ്ണൊഴികെയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും മറച്ച് ഇടയ്ക്കിടെ വേഷം മാറി ക്യാമറകളിൽ കൊടുങ്ങാതെയുള്ള മോഷണ രീതികളായിരുന്നു മുഹമ്മദ് അവലംബിച്ചിരുന്നത്. മുഹമ്മദിനെ പിടികൂടാൻ അന്വേഷണ സംഘവും പ്രത്യേക രീതികൾ പിന്തുടർന്നു. വേഷം മാറിയും ഉറക്കമൊഴിച്ചും പല സ്ഥലങ്ങളിൽ ക്രൈം സ്ക്വാഡ് ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തി. മോഷ്ടാവ് വന്നെത്താൻ സാധ്യതയുള്ള ജില്ലയിലെ വിവിധ ആഘോഷ പരിപാടികളിലും പരിശോധന നടത്തിയിരുന്നു. മാനന്തവാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൽപ്പറ്റ ഇൻസ്പെക്ടർ SHO TP ദിനേശിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിമൽ ചന്ദ്രനാണ് അന്വേഷണ ചുമതല. News 18 വയനാട്.